ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, ജേണി വിത്ത് ജസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ വീഡിയോ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓർക്കുക. ഇതിൻ്റെ 1-2 വീഡിയോകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു അടിപൊളിയായിട്ട് കളക്കള ആരവത്തിൽ ഒഴുകി വരുന്ന ഒരു പുഴയുടെ തീരത്ത് നിന്നാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുക. നമ്മൾ ഈ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിനകത്താണ്. ഇപ്പോൾ ദമ്പതിയിൽ കണ്ട പോലെ ഇൻ്റർവ്യൂ കണ്ട പോലെ ഇടിവെട്ട് കാഴ്ചകളിലേക്ക് നമുക്കൊന്നിച്ച് പോകാം. മിഡ്വേ ഗ്ലേഷ്യറിലെ ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിങ്ങിൻ്റെ അടുത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ഈ പൊങ്ങുന്ന ഒരു വൈൽഡ് ഫയറിലെ, നമ്മൾ കാനഡക്കാർക്ക് വൈൽഡ് ഫയറൊക്കെയാണ് പരിചയമുള്ളത്, അതുപോലെ ഇങ്ങനെ കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന ഒരു മലയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തോട്ടുള്ള കാഴ്ചകളിലേക്കാണ് പോവുക. നമ്മളിപ്പോൾ ഉള്ളത് പാർക്കിംഗ് ലോഡിനടുത്താണ്. ഇതാ ഈ വഴിയാണ് അകത്തേക്ക് പോവുക. നല്ല തിരക്കുണ്ട് ഇന്നത്തെ ദിവസം, നല്ല സണ്ണി ആയിട്ടുള്ളൊരു ദിവസമാണ്. ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിങ്ങിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ആ വാട്ടർ അതിങ്ങനെ പൊങ്ങിയാണ് വരുന്നത്. നമുക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു ഭംഗി. അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ടുള്ളതാണ് എക്സോസിയർ ഗ്ലേസിയർ. അപ്പോൾ അതിനകത്തുനിന്ന് വരുന്ന വെള്ളമാണ് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒഴുകി വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജിയോ തെർമൽ ആക്ടിവിറ്റി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കളർഫുള്ളായിട്ട് കാണാൻ പറ്റുന്നതാണ് ഈ ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിങ്. അത് ഈ ഒഴുകി വന്ന് ഈ ഫയർ ഹോൾ റിവറിലേക്കാണ് വന്ന് ചേരുക. അപ്പോൾ അതാണ് ഈ നമ്മുടെ തൊട്ട് താഴെ കൂടി ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പാലം കയറി അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കാഴ്ചയിലേക്കാണ് പോവുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ മാപ്പ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കാണാൻ പറ്റും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഈ ഒരു റേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിനകത്തൂടെ മാത്രമാണ് നമുക്ക് ഇത് നടന്ന് കാണാൻ പറ്റുക. മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന മിഡ്വേ ഗ്ലേഷ്യർ ബേസിൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മൊത്തം ഏരിയ അവർ പറയുക. അതിനകത്തുള്ളതാണ് ഈ 2 കാര്യങ്ങൾ. അതായത് ഒന്ന് ഫസ്റ്റിലായിട്ട് നമ്മൾ കാണുന്ന എക്സോസിയർ ഗ്ലേസിയർ, അതേപോലെ തൊട്ടടുത്തായിട്ടുള്ള ആ വലിയ ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിങ്. അപ്പം അതുകൂടാതെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഓപ്പൽ പൂൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ തെർമൽ ആക്ടിവിറ്റീസും ഉണ്ട്. ഈ പാലത്തിലൂടെ ഈ റിവർ ക്രോസ് ചെയ്ത് നമ്മൾ ഈ റേസ്ഡ് ആയിട്ടുള്ള സ്റ്റെയർ വേ കൂടാണ് ഈ കാഴ്ചകളിലേക്ക് പോവുക. മിഡ്വേ ബേസിൻ്റെ ആദ്യത്തെ കാഴ്ചയാണ് നമ്മൾ കാണുന്ന ഈ എക്സോസിയർ ഗ്ലേസിയർ. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങയാണ് നിൽക്കുന്നത്. ശരിക്കും ഒരു ഫൗണ്ടൻ ഗ്ലേസിയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു നേച്ചറാണ് നമ്മൾ ഈ കാണുന്നത്. ഒത്തിരി ആ നീരാവി ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്നുണ്ട്. നമുക്ക് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കാഴ്ച കാണാനേ പറ്റുന്നില്ല. ജസ്റ്റ് ഒരു പുകമറ മാത്രമാണ്, ഒരു മൂടൽ മഞ്ഞ് പോലെ. ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇതിനകത്തുനിന്ന് ഡിസ്ചാർജ് ആയിട്ട് പോകുന്ന വെള്ളം ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് ചെന്നിട്ട് ഞാൻ കാഴ്ചകൾ കാണിക്കാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതുവഴി ഇങ്ങനെ ഫോഗ് വന്നുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഇതാ തലമണ്ടയിൽ കൂടി ഇങ്ങനെ അത് പോകുന്നു. കേട്ടോ, പൊളിയല്ലേ? എക്സോസിയർ ഗ്ലേസിയറിന് അടുത്തുള്ള കാഴ്ച കാണുകയാണ് നമ്മൾ. അപ്പോൾ ഇതാ ഈ വെള്ളം ശരിക്കും നല്ല ക്ലിയർ ആണ്. ഈ ഫോഗ് കാരണമാണ് നമുക്ക് ഈ വെള്ളം കാണാൻ പറ്റാത്തത്. ഇങ്ങനെ പൊങ്ങി പറയാം. അതിനകത്തെ കളർ ചേഞ്ച് ഒക്കെ തന്നെ കണ്ടോ, ഉള്ളൊരു ബ്ലൂ കളറുണ്ട്, അതേപോലെ തന്നെ പർപ്പിൾ കളർ, പല രീതിയിലാണ് ഇത് കാണുന്നത്. വെള്ളം നല്ല ക്ലിയർ ആണ്, അതുകൊണ്ട് ഇങ്ങനെ തിളച്ച് പൊങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ആ വെള്ളം. അപ്പോൾ അത് നമുക്ക് ചില ആംഗിളിൽ നിന്ന് കിട്ടും. അതായത് വിൻഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് നമുക്കിത് കാണാൻ പറ്റും. ഇത് അകത്തോട്ട് പോകുമ്പോൾ നല്ല ക്ലിയർ വാട്ടറാണ്, അതിങ്ങനെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞൊരു ഫൗണ്ടൻ ഗ്ലേഷ്യർ, അതിനകത്ത് ബബിൾസൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. നല്ലൊരു നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാലേ നമുക്ക് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുള്ളൂ. അതിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നൊരു കാഴ്ച തന്നെയാണ്. അതിൻ്റെ കൂടെ ഈ ഒരു ഫോഗ്, അതൊരു മിസ്റ്റി ഫീൽ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അടുത്ത് നമ്മൾ പല ആംഗിളിലേക്ക് പോകുമ്പോഴും പല രീതിയിലാണ് ഈ ഒരു ഗ്ലേസിയർ നമുക്ക് കാണാൻ പറ്റുക. ആ ഗ്ലേസിയറിൻ്റെ പല ലുക്കുകളും പല രീതിയിലുള്ള ദൂരത്തായിട്ടുണ്ട് ഇങ്ങനെ ബബിൾസ് പൊങ്ങി വരുന്നത്. അപ്പം ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ചില സമയം കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ സൺലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിങ്ങനെ മാറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഫോഗിൻ്റെ ഡയറക്ഷന്. നമുക്കിതിൻ്റെ പല ആംഗിളിൽ നിന്നും കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മൾ നടന്നു വന്ന വഴിയാണ് ദൂരത്തായിട്ട് കാണുന്നത്. കറങ്ങിയാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഈ ഒരു
അമേസിങ് കാഴ്ച കണ്ട് നമുക്ക് ഇവിടെ കുറച്ചു നേരം നിൽക്കാം. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് ഗ്രാൻഡ് പ്രിസ്മാറ്റിക്കിന്റെ കാഴ്ചകളിലേക്കാണ്. ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിങ്ങിന്റെ കാഴ്ച ഗൈസ്, ഇതാ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് മനോഹരമായ ഒരു സ്പ്രിങ്. ഇതിൻ്റെ ഈ വൈബ്രൻറ്റ് കളർ നമുക്ക് ഈ സൺലൈറ്റിൽ ഇങ്ങനെ ആസ്വദിക്കാൻ വരുന്നുണ്ട്. ഇതിനൊരു ടോപ്പ് വ്യൂ കാണാൻ നമ്മൾ മുകളിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ അതിൻ്റെ വിഷ്വൽ കാണിക്കാം. ഇതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നോക്കിയേ, ഇതെന്തൊരു ശരിക്കും ഒരു പ്രകൃതിയുടെ ഒരു അത്ഭുതം അല്ലേ. നമ്മൾ വൺസ് ഇൻ എ ലൈഫ് ടൈം മസ്റ്റ് വിസിറ്റ് ആണ് ലോകത്തിലെ ആദ്യത്തെ ഈ ഒരു നാഷണൽ പാർക്കിന്റെ കാഴ്ചയിൽ. അപ്പോൾ ഇതാ ഈ ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിങ് ആ ഒരു പേരിന് അന്വർത്ഥമാകുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ്. അത് അതിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന കളേഴ്സ്, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോളിഡേ ഒക്കെ ഒരു സെലിബ്രേഷനൊക്കെ കാണുന്ന പോലെ ഏതൊക്കെ കളറാണ് ഏതൊക്കെ വ്യൂവിലാണ് നമുക്ക് കിട്ടുന്നത് പറയാൻ പറ്റില്ല. ഓരോ സൈഡിലേക്ക് ഇതായി സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ വരെ നമ്മുടെ ഈ തൊട്ടടുത്ത് വരുന്ന ഈ ഒരു ഫ്ലോർ ഈ അടുത്ത് വരെ ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്ന കളർ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് മാറി കഴിയുമ്പോൾ അതിൻ്റെ വേറൊരു വേരിയൻറ്റ് കളറിലേക്ക് മാറുന്നു. ഈ സൈഡിൽ സെൻറ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് ഈ മനോഹരമായ കാഴ്ച. ഗ്രാൻഡ് പ്രിസ്മാറ്റിക്. ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിങ്ങിലെ ഈ ഒരു കളർ ചേഞ്ച്, ഈ മനോഹരമായ ഓറഞ്ച് കളറിനൊക്കെയുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മൈക്രോബയൽ മാറ്റ്സ് ആണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന വെള്ളത്തിന് നല്ല ടെമ്പറേച്ചറും അത് സൈഡിലേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഈ ഏരിയയിലാണ് ഈ വരുന്ന ബാക്ടീരിയകൾക്ക് സൺലൈറ്റിൽ നിന്ന് വരുന്ന പ്രൊട്ടക്ഷൻ വേണ്ടിയാണ് അത് ഈ കളർ ചേഞ്ച് ചെയ്ത് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഒരു കവചമായിട്ട് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കളറാണ് ഈ പല രീതിയിൽ ഇത് സൈഡിലേക്ക് മാറുന്നത്. ഇത് ഭൂമിക്ക് അടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചൂട് വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ സെൽഷ്യസ് ആണ് നമ്മൾ പറയുന്നത് 70 സെൽഷ്യസിലൊക്കെ വരുന്ന ടെമ്പറേച്ചർ വരുന്ന വെള്ളം അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഫോർമേഷൻ സംഭവിച്ചു വന്നിരിക്കുന്നതാണ് ഈ ഒരു കളർ. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓറഞ്ചും ഈ ഡീപ്പ് ബ്ലൂവും കൂടെയുള്ള കളറ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു കളറാണ്. അതൊരു പെയിൻറ്റിങ്ങിലോ അല്ലെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനകത്തോ ഒന്നും ഉണ്ടാകില്ല. അതായത് മദർ നേച്ചർ നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന ഒരു കളറാണ്. അത് കണ്ട് തന്നെ നമ്മൾ ആസ്വദിക്കേണ്ട ഒരു കാഴ്ചയാണ്. എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. ഇതിൻ്റെ ഏത് സൈഡിൽ നോക്കിയാലും അത്ര മനോഹരമായിട്ടാണ് ഇത് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഗ്രാൻഡ് പ്രിസ്മാറ്റിക്കിന്റെ വലുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാൾ വലുപ്പമുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഡെപ്ത് ആഴം വരുന്നത് 170 ഫീറ്റ് ആണ്. ഇതിന്റെ എലിവേഷൻ വരിക 7280 ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ടെമ്പറേച്ചർ 70 സെൽഷ്യസ് ആണ് ഈ വാട്ടറിന്റെ ടെമ്പറേച്ചർ. ഈ ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിംഗ് കണ്ടെത്തിയത് യൂറോപ്പിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന സർവേയേഴ്സ് ആണ്. അപ്പോൾ അവർ സർവേ ചെയ്ത് വന്ന സമയത്ത് 1839 ഈ ഒരു ഹോട്ട് സ്പ്രിങ്ങിനെ അവർ കണ്ടെത്തിയത്. ചരിത്രത്തിന്റെ ഏടുകളിൽ ഇതിനെ എഴുതി ചേർത്ത് അതിന് പേരിട്ട് ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിംഗ് എന്നുള്ള മനോഹരമായ ഒരു പേരിലേക്ക് ഇതെത്തി. നമ്മളിപ്പോൾ പോകുന്നത് ഹൈഡൻ വാലിയിലേക്കാണ്. യെല്ലോ സ്റ്റോണിൻ്റെ ആനിമൽ ലൈഫൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലണം. അവിടെയാണ് ബൈസൺസ് ഉള്ളത്. അതുപോലെ ടമാവ് വാലി ഉണ്ട്. അപ്പോൾ നാളെ നമ്മൾ അവിടെ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു മനോഹരമായ കാഴ്ചകൾ കാണാൻ നമ്മളിതാ ഈ വാലി കൂടി ഇങ്ങനെ ഡ്രൈവ് ചെയ്തു പോവാണ്. ഇത് താഴ്വശമായിട്ട് കാണുന്നതാണ് നമ്മുടെ യെല്ലോ സ്റ്റോണിൻ്റെ ബൈസൺസ്. അവരിങ്ങനെ ഒരു തീരം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു പൊസിഷനിൽ നിന്ന് നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റും. താഴ്വാരത്തിലായിട്ട് ആ ഒരു ജലാശയത്തിൻ്റെയൊക്കെ സൈഡിലായിട്ടാണ് ഇവ മേയുന്നത്. ഒന്നല്ല കേട്ടോ, 1000 എണ്ണങ്ങളാണ് രണ്ട് സൈഡിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. നമുക്കിനിയിപ്പോൾ ഓരോരുത്തരെയായിട്ട് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ സൂം ചെയ്ത് വരുമ്പോൾ കാണുന്നതാണ് ഒരു കൂട്ടമാണ്. അപ്പോൾ ഈ കൂട്ടത്തിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇങ്ങനെ വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ബൈസൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഈ വലിയ ബൈസൻസിനെ മാത്രമാണ് കൂടുതലും കാണാറുള്ളത്. ഈ ചെറുതിനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വരണം ഗൈസ്.
അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു ഏരിയ നിറച്ച് ഇവർ നിൽക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകില്ല. ഇപ്പോൾ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടുള്ള സൂം ചെയ്തും സൂം ഔട്ടൊക്കെ ആയിട്ടുള്ള വീഡിയോസ് നമ്മളിങ്ങനെ ഒന്നിച്ച് കാണുകയാണ്. അവരുടെ കളിയും കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. ഈ ഒരു താഴ്വാരത്തിലാണ് ഈ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് വഴി നമുക്കിതാ ഇങ്ങനെ കാണാൻ പറ്റും, വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇനി താഴ്വഴി സൈഡ് നല്ലൊരു വ്യൂ ആണ് കിട്ടുക. നമ്മളിതാ ഈ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ടാണ് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് ആസ്വദിക്കേണ്ട കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്തൂടെ ഒരു ഫോക്സ്, അതായത് ഇവർ പറയുന്ന വോൾഫോ ഫോക്സോ ആണ്, എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. അതിങ്ങനെ ഈ കാടിനകത്തൂടെ നടക്കുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അതിങ്ങനെ ഈ ഒരു ബൈസൻ്റെ ക്ലാവിൻ്റെ അടുത്തോട്ടാണോ പോകുന്നത് അതോ അതിനെ പേടിച്ചിട്ട് പോകണമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ കാഴ്ചകൾക്കിടയിൽ അങ്ങനെ ഒരാളുണ്ട്. ഈ താഴ്വാരം നിറച്ചും ഇങ്ങനെ ബൈസൻസ് കൊണ്ട് നിറഞ്ഞ് ഒരു മനോഹരമായ ഒരു ഫീൽ. അതായത് ഒരു സൺസെറ്റ് ഒക്കെ വരുന്ന സമയത്തേക്ക് ആ കളർ ചേഞ്ചും ആ സൺലൈറ്റും മാറുന്നതിൻ്റെയൊക്കെ ഒരു കാഴ്ചയുണ്ട് കേട്ടോ. അത് മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഓൾഡ് ഫെയ്ത്ത്ഫുൾ, അതേപോലെ ടാമ വാലി, ഇതിനൊക്കെ കൂടുതൽ ബൈസൺസ് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ ഗ്രാൻഡ് കാനിയൻ ഉണ്ട്, യെല്ലോ സ്റ്റോണിൻ്റെ, അതിൻ്റെ കാഴ്ചകളെ, അതേപോലെ തന്നെ ഇവിടുത്തെ വാട്ടർഫോൾ, അങ്ങനെ കുറേ അടിപൊളി കാഴ്ചകളായിട്ട് നമ്മൾ ഉടനെ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ, സ്റ്റേ സേഫ്.